ക്ലിയർ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ റിലേഷൻഷിപ്പിലാണോ അല്ലയോ എന്നൊക്കെയാണ് ആൾക്കാർ ചോദിക്കുന്നത്. അതുപോലെ തന്നെ കുറേ സംഭവങ്ങൾ ഇപ്പോൾ ഇവൻ എൻ്റെ ഫ്രണ്ടിന്റെ കൂട്ടത്തിലാണെങ്കിൽ അവരുടെ പോസ്റ്റിന്റെ താഴെ നിന്നിട്ടാണെങ്കിൽ പുതിയ ഗേൾഫ്രണ്ട് പുതിയ ബോയ് ഫ്രണ്ട് ആണല്ലേ അല്ലെങ്കിൽ അങ്ങനെയാണ് അതിനായിട്ട് എന്താ ബന്ധം നിനക്ക് നീ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് അതിൻ്റെ അടുത്ത് അങ്ങനെ ഇങ്ങനെ ഓരോ ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും. ഗൈസ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെ റിലേഷൻഷിപ്പിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഒരു റിലേഷൻഷിപ്പിൽ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സഞ്ജു ടെക്കിയുടെ ബ്രേക്കപ്പ്, അതിനുശേഷമുള്ള കാര്യങ്ങൾ, പിന്നെ ഈ പറയുന്ന നീതു വന്നിട്ട് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ, അങ്ങനെ ആകെ കൂടെ ചളവും കുളമായിരുന്നു. അന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പേഴ്സണൽ ലൈഫിലുള്ള സാധനം റിയൽ ലൈഫിൽ കൊണ്ടിടരുത് എന്നുള്ളൊരു രീതിയിൽ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നീതുവിൻ്റെ സൈഡ് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി, പക്ഷെ സഞ്ജുവിൻ്റെ ക്ലാരിഫിക്കേഷനിൽ ഞാൻ അന്നും സഞ്ജുവിൻ്റെ ഭാഗത്ത് നിന്നാണ് തെറ്റ്, മീൻസ് തേപ്പ് തന്നെയാണ്. അത് നീതുവിൻ്റെ എക്സ്പ്ലനേഷൻ ഒന്ന് മനസ്സിലാവും. പക്ഷെ അത് നാട്ടുകാരെ മൊത്തം അറിയിക്കണമായിരുന്നു എന്നുള്ളൊരു ചോദ്യമാണ് ഞാൻ അന്ന് ചോദിച്ചത്. അന്ന് നീതുവിന് എന്തോ അത് ഇഷ്ടപ്പെട്ടില്ല, എൻ്റെ വീഡിയോയിൽ വന്നൊരു കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതെന്തോ ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ് ഓക്കെ. അപ്പോൾ അന്ന് ഈ എക്സ്പ്ലനേഷനിൽ നീതു പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എനിക്കിഷ്ടമല്ല. അതായത് സഞ്ജു ഇപ്പോൾ ഒരു പെൺകുട്ടിയുമായിട്ട് ഫ്രണ്ട്ഷിപ്പിലുള്ളത്, അത് ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് എന്തോ ഒരു മിസ്റ്റേക്കായിട്ട് തോന്നി. അങ്ങനെ ഞാൻ ആ വീഡിയോ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഒപ്പീനിയൻ. പക്ഷേ ഓഫ് കോഴ്സ് പറയാം, സഞ്ജുവിടെ തേപ്പാണ് കാണിച്ചത് മോശമായിപ്പോയി. കാരണം വേറെ ഒന്നുമില്ല, തൻ്റെ വൈബിനൊത്ത് താൻ വേറെ ലെവലിലോട്ട് പോയപ്പോൾ തൻ്റെ വൈബിനൊത്ത് വരാത്തതുകൊണ്ട് ആശാൻ നൈസായിട്ട് ഒഴിവാക്കി. അത് തന്നെയാണ് അവിടുത്തെ സത്യം. പക്ഷെ രണ്ടുപേരും മ്യൂച്വലി പോയത് നന്നായി. പിന്നെ സഞ്ജു പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇപ്പോഴും ഫ്രണ്ട്സാണ്, കോൺടാക്ട് ഉണ്ടെന്ന്. പക്ഷെ നീതു വന്ന് പച്ചയ്ക്ക് വിളിച്ചു വന്നു, ഒരു കോൺടാക്റ്റും ഇല്ലടേ എന്ന് പറഞ്ഞിട്ട് അത് പോയി. അങ്ങനെ സഞ്ജു കുറേ തള്ളി, നീതു അതെല്ലാം ഒന്ന് പൊട്ടിച്ചടിക്കും. പിന്നെ ആ ഒരു എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ലായിരുന്നു. ചുമ്മാ എന്തിനെല്ലാം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇടുന്നത് എന്നുള്ളൊരു ചോദ്യമായിരുന്നു എനിക്കന്ന് ചോദിക്കാനുള്ള. അപ്പോൾ സഞ്ജു ഇന്ന് തൻ്റെ അമ്മയുമായിട്ട് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ കുറച്ച് ഭാഗം നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇപ്പൊ എന്റെ കാര്യം പറയുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ നെഗറ്റിവിറ്റി അതുപോലെ സൈബർ അറ്റാക്കും നേരിടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ കണ്ടാ പറയത്തില്ലല്ലേ, കാരണം ഫ്രാങ്ക്ലി ഐ ഡോണ്ട് കെയർ ഗൈസ്. ഇപ്പൊ ഞാൻ അങ്ങനെ ഒന്നും കെയർ ചെയ്യാറില്ല. ഞാൻ എന്റെ ലൈഫ് നോക്കി അങ്ങോട്ട് മുന്നോട്ട് ഹാപ്പി ആയിട്ട് പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്ത് നടക്കണം എന്നുള്ളൊരു ചിന്താഗതി മാത്രമാണ്. ഈവൻ സബ്സ്ക്രൈബേഴ്സിന് വരെ എന്നെ മനസ്സിലാകുന്നില്ലല്ലോ എന്ന് ഞാൻ ആദ്യം അയച്ചായിരുന്നു. അതൊക്കെ കൊണ്ട് തന്നെയാണ് ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി ഇന്ന് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ക്ലിയർ ചെയ്യേണ്ട ഫസ്റ്റ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ എന്റെ സ്വന്തം സബ്സ്ക്രൈബേഴ്സിന്, ജീവനെ തുല്യം സ്നേഹിക്കുന്ന സബ്സ്ക്രൈബേഴ്സിന് നിങ്ങളെ ഞാൻ പൊട്ടന്മാരാക്കി മണ്ടന്മാരാക്കി ഫൂളാക്കി എന്നൊക്കെയാണ് പറയുന്നത്. കാരണം എനിക്ക് ഡിപ്രഷനും സാഡ്നെസ്സും ആയിട്ടല്ല, അതുകൊണ്ടല്ല ഞാൻ വീഡിയോ ഇടാഞ്ഞത്. എനിക്കൊരു സ്ട്രൈക്ക് കിട്ടിയത് കാരണമാണ് ഞാൻ ഇത്ര നാൾ വീഡിയോ ഇടാഞ്ഞെന്നൊക്കെ ഒരു വീഡിയോ അത് പറഞ്ഞായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് കുറെ ആൾക്കാർ വേറെ പല വീഡിയോ ഉണ്ടാക്കി എന്നെ കുറിച്ച് കുറ്റം പറയുന്നു, അതുപോലെ തന്നെ റിയാക്ട് ചെയ്യുന്നു. കുറേ യൂട്യൂബ് ചാനൽസ് റിയാക്ട് ചെയ്യുന്നു, എന്നെ ചീത്ത പറയുന്നു. അതുപോലെ തന്നെ എന്റെ വീഡിയോയുടെ താഴത്ത് കമന്റ് ചെയ്യുന്നു, റീൽസിന്റെ താഴത്ത് കമന്റ് ചെയ്യുന്നു, ഫോട്ടോയുടെ താഴത്ത് കമന്റ് ചെയ്യുന്നതാണ്. ബ്രോ നിങ്ങൾ ഞങ്ങളെ പറ്റിക്കാണല്ലേ, ബ്രോക്ക് ഇങ്ങനെ സാഡ് അതിന്റെ മൈൻഡ് ഓക്കെ അല്ലായിട്ടല്ല ബ്രോ വീഡിയോ ഇടാഞ്ഞത്, സ്ട്രൈക്ക് കിട്ടിയ കാരണമാണല്ലേ എന്നിങ്ങനെ പറയുന്നു. ആക്ച്വലി സത്യം പറയുകയാണെങ്കിൽ എനിക്ക് സ്ട്രൈക്ക് കിട്ടിയായിരുന്നു. പക്ഷെ നിങ്ങൾ പറയണം ഞാൻ സ്ട്രൈക്ക് കിട്ടിയാൽ ആരോടും പറഞ്ഞിട്ടില്ലെന്ന്. അവിടെയാണ് തെറ്റ്. നിങ്ങൾ എന്റെ ഹാർഡ് കോർ ഒരു സബ്സ്ക്രൈബർ ആണെങ്കിൽ, അല്ലെങ്കിൽ എന്റെ എല്ലാ വീഡിയോ കാണുന്ന ഒരു സബ്സ്ക്രൈബർ ആണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ എന്നെ പറയത്തില്ല. കാരണം എന്റെ ലൈഫിൽ എന്താണെന്ന് ഞാൻ പറയാറുണ്ട്. ഓക്കെ, അപ്പൊ സ്ട്രൈക്ക് കിട്ടിയാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഇല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. വിത്ത് പ്രൂഫ് ഞാൻ കാണിച്ചു തരാം. സിനിമാടിനെ കാണാൻ ലുലുവാളി പോകുന്ന വീഡിയോക്കകത്ത് ഡ്യൂറേഷൻ 4:59 മിനിറ്റ് ആകുമ്പോൾ നിങ്ങൾ കയറി നോക്കിയാൽ മതി. ഞാൻ ആ വീഡിയോക്കകത്ത് പറയുന്നുണ്ട് എനിക്ക് സ്ട്രൈക്ക് കിട്ടിയത് ഗൈസ്, അതുകൊണ്ടാണ് കുറച്ച് ദിവസം ഞാൻ വീഡിയോ ഇടാഞ്ഞത് എന്ന് ഞാൻ പറഞ്ഞത്. പക്ഷേ ഈ സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, 7 ദിവസത്തേക്ക് നമുക്ക് വീഡിയോ ഇടാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ 3 മാസം വരെ സ്ട്രൈക്ക് നിൽക്കുകയും ചെയ്യും. അങ്ങനെ അപ്പോൾ 7 ദിവസത്തേക്ക് നമുക്ക് വീഡിയോ ഇടാം. പക്ഷേ എന്റെ കാര്യത്തിൽ ഞാൻ 7 ദിവസത്തേക്കല്ല വീഡിയോ ഇടാണ്ടിരുന്നത്. ഞാൻ ചിലപ്പോൾ 20 ദിവസം ആകാം, ചിലപ്പോൾ 10 ദിവസം ആകും, ചിലപ്പോൾ ഇന്ന് വീഡിയോ ഇട്ട് പിന്നെ ചിലപ്പോൾ 2-3 ആഴ്ച കഴിഞ്ഞിട്ടാകും, ചിലപ്പോൾ ഇടത്തേ ഇല്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഞാൻ അവിടെ എന്റെ വീഡിയോ അത് ക്ലിയർ ചെയ്തത്. അത് വീഡിയോ ഇടാന്ന് പറഞ്ഞാൽ എന്റെ മൈൻഡ് അപ്പോൾ ഓക്കെ അല്ലായിരുന്നു ഗൈസ്, അതുകൊണ്ടാണ് ഞാൻ ഇടാഞ്ഞത്. പിന്നെ സ്ട്രൈക്ക് വന്നായിരുന്നു, പക്ഷേ സ്ട്രൈക്ക് മാറി കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇട്ടായിരുന്നു, അതിനെക്കുറിച്ച് സ്ട്രൈക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ എന്റെ ജീവന തുല്യം ഞാൻ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബേഴ്സ്, ഞാൻ വെറുതെ പറയില്ല, എന്റെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടം. കാരണം നിങ്ങളൊക്കെ കാരണമാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഒരിക്കലും ഞാൻ നിങ്ങളെ പറ്റിക്കിടത്തൊന്നുമില്ല. നിങ്ങൾ ഞാൻ എന്നെ അറിയാവുന്നുള്ളടത്ത് പണ്ടേ പറയും, ചുമ്മാ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ കിടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാരിയിട്ട് അടിക്കാതെ ഫസ്റ്റ് സഞ്ജു ഒരു എക്സ്പ്ലനേഷൻ ഇട്ടു. ഓഫ് കോഴ്സ് ഇത്രയും ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഉള്ള ഒരാൾ ഒരുപാട് ചോദ്യങ്ങൾ വരും. ഇപ്പോൾ എവിടെ പോയി എന്നുള്ളൊരു ചോദ്യം ഓഫ് കോഴ്സ് വരും. അപ്പോൾ ആ ഒരു ഇതിൽ എക്സ്പ്ലനേഷൻ ഇട്ട്. അപ്പോൾ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊക്കെ ഒരു റിലേഷൻഷിപ്പിലായിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായിട്ട് നിൽക്കുമ്പോൾ, ഒരു റിലേഷൻഷിപ്പിലാകുമ്പോൾ എന്തെങ്കിലും കല്യാണം എന്തെങ്കിലും ആകുമ്പോൾ നാട്ടുകാരെ കാണിച്ചാൽ മതി. ഇതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അല്ലാതെ അതിനു മുമ്പേ നാട്ടുകാരെ മൊത്തം കാണിച്ച് കൂടെ കൊണ്ട് കറങ്ങി നടന്ന് ഇമാതിരി വീഡിയോസും കാര്യങ്ങളും എടുത്തു കഴിയുമ്പോൾ ഉറപ്പായിട്ട് നാട്ടുകാർ ഇതേ പറയും, ഇതും പറയും, ഇതിൻ്റെ അപ്പുറവും പറയും. മനസ്സിലായോ? അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങളൊക്കെ ഒരു റിലേഷൻഷിപ്പിലായി കഴിഞ്ഞാൽ അതിങ്ങനെ പബ്ലിക്കിൻ്റെ മുന്നിൽ വലിച്ച് ചുമ്മാ വാവളെന്ന് എപ്പോഴും വിളിച്ച് പറഞ്ഞുകൊണ്ട് നടക്കാതിരിക്കുക. നടന്നു കഴിഞ്ഞാൽ അവസാനം ആൾക്കാർ ചോദിക്കും, ഉറപ്പായിട്ട് ചോദിക്കും. അവരൊരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല. അപ്പം നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത് വരും. അങ്ങനെ സഞ്ജു ഒരിക്കൽ ആൻസർ ചെയ്തു, അടുത്ത് അതിന് എക്സ്പ്ലനേഷൻ അവനാണ് തേച്ചെന്നുള്ള രീതിയിൽ അടുത്ത് നീതു വന്ന അടുത്ത എക്സ്പ്ലനേഷൻ എന്തൊക്കെയായിരുന്നു? വാലെ സഞ്ജു അങ്ങനെ ടക്കൻ എയറിൽ അങ്ങ് പോയി ഒരു പോക്ക്. കാരണം സഞ്ജു കുറെ തള്ളുകളിൽ സ്ട്രൈക്ക് കിട്ടിയിട്ടാണെന്ന് പറഞ്ഞു. അതിൽ ഇതായിപ്പോൾ സഞ്ജു എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, അതങ്ങനെയല്ല സ്ട്രൈക്ക് കിട്ടിയ. എനിക്കും അറിയാം 7 ദിവസം വീഡിയോ ഇടാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞാൽ പിന്നെ വീഡിയോ ഇടാം, അത് കമ്മ്യൂണിറ്റി ഗൈഡ് സ്ട്രൈക്ക് കിട്ടിയ പിന്നെ അത് കഴിഞ്ഞാൽ വീഡിയോ ഇടാം. ആ ഒരു സെറ്റപ്പാണ്. അപ്പോൾ സഞ്ജു വീഡിയോ ഇടാതിരുന്നത് സ്ട്രൈക്ക് കിട്ടിയിട്ടാണെന്ന് ഇത് പറഞ്ഞു.
എനിക്ക് അത് അറിയില്ല. സഞ്ജു ഇപ്പോൾ അതിൻ്റെ തെളിവ് സഹിതം കാണിക്കുന്നുണ്ട്. ഞാനത് പറഞ്ഞിട്ടുണ്ട്. സബ്സ്ക്രൈബേഴ്സിനെ പറ്റിച്ചെന്ന് നീതു പറഞ്ഞതിന് സഞ്ജു എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്. പിന്നെ അതിൽ നീതു വേറെ കുറേ ആരോപണങ്ങൾ പറഞ്ഞു. അതിനൊന്നും സഞ്ജുവിന് റിപ്ലൈ ഇല്ല. കാരണം അതെല്ലാം സത്യമാണ്. കാരണം സഞ്ജു പറഞ്ഞു ഫ്രണ്ട്സ് ആയിട്ടിരിക്കുന്നെന്ന്. പക്ഷെ അല്ല, നീതു അത് ഓപ്പൺ ആയിട്ട് പറഞ്ഞു. അതിനൊന്നും സഞ്ജുവിന് എക്സ്പ്ലനേഷൻ ഇല്ല, പറയാനില്ല ഒന്നും. ഇനി പറഞ്ഞാലും അത് ചളവും കുളമാവും. അത് സഞ്ജുവിനും അറിയാം. അതുകൊണ്ട് സഞ്ജു അത് പറയാനല്ല. ഈ സബ്സ്ക്രൈബേഴ്സിന് ഉള്ള ഒരു കേസ് മാത്രം സഞ്ജു എക്സ്പ്ലെയിൻ ചെയ്ത് പോയി. എന്തായാലും വാട്ടർ ഇറ്റ് ഈസ്, നിങ്ങൾ തമ്മിലൊക്കെ എന്തായാലും ബ്രേക്കപ്പായി, മ്യൂച്വലി എടുത്ത് തീരുമാനം ബ്രേക്കപ്പായി പോയി. അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി അടിക്കാതിരിക്കുക. അതാണ് ഇനി മെയിനായിട്ട് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്. ഇനിയും ഇതിൻ്റെ പേരിൽ എക്സ്പ്ലനേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് വീണ്ടും വീണ്ടും ഏറിപ്പോയി ചെളിയും വലിയും കോളവും ഒക്കെ ആവും. അതുകൊണ്ട് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. പിന്നെ വേറൊരു കേസ് പറയുകയാണെങ്കിൽ, സഞ്ജുവിൻ്റെ ഈ വീഡിയോയിൽ ഡിപ്രഷനെ കുറിച്ചിട്ട് സഞ്ജു പറയുന്നുണ്ട്. ഡിപ്രഷനിൽ ആൾക്കാർ, അപ്പം സഞ്ജു ഡിപ്രഷനിലാണെന്ന് പറയുമ്പോൾ ഒരുപാട് പേര് അതിന് നീ കളിച്ചിരിച്ചല്ലടാ നടക്കണേ. അപ്പോൾ ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ സ്റ്റേജ് ഒരാൾക്കൊരു മാനസിക അവസ്ഥ വരുമ്പോൾ അവർ അങ്ങനെ തന്നെ ഇരിക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത്. അവർ മാക്സിമം മുന്നോട്ട് വരാനല്ലേ നോക്കേണ്ട. അത് ഈ വീഡിയോയിൽ സഞ്ജു ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. മാക്സിമം മുന്നോട്ട് വന്ന് അടിച്ചു പൊളിച്ച് നടക്കാനല്ലേ നോക്കേണ്ട. അല്ലെങ്കിൽ ഡിപ്രഷൻ അല്ലേ, അതുകൊണ്ട് നീ അങ്ങനെ ഇരിക്കാവൂ എന്ന് എന്തെങ്കിലും തീരുമാനമുണ്ട്? എനിക്ക് അതിലൊന്നും പേഴ്സണലി ഒരു യോജിപ്പുമില്ല. അടുത്ത് ഈ സഞ്ജുവിന് ഇപ്പോൾ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ, ഒരു പെൺകുട്ടി. അതിനെക്കുറിച്ച് നീതു പറഞ്ഞു ഫ്രണ്ട് വിത്ത് ബെനിഫിറ്റ് ആണെന്ന് പറഞ്ഞു. അതുപോലെ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. അതിന് ഞാൻ അന്നേ പറഞ്ഞ പേഴ്സണലി എനിക്കത് യോജിപ്പില്ല. കാരണം അവർ ഫ്രണ്ടായിക്കിട്ട് അവർ റിലേഷൻഷിപ്പിലാവട്ടെ. ചുമ്മാ അതിനു മുമ്പേക്ക് എന്തിനാണ് വിളിച്ച് പറയുന്നത്? പിന്നെ ഇനിയെങ്കിലും സഞ്ജു പഠിക്കുക, ഒരു റിലേഷൻഷിപ്പിലായി കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ കൊണ്ടിടാതിരിക്കുക. എങ്കിലേ നിങ്ങൾക്ക് രക്ഷയുള്ളൂ. അഥവാ ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതുപോലെ ഏറിപ്പോവും ബാക്കിയൊക്കെ. ഞാനും പ്രാർത്ഥിക്കാം. ഓക്കെ, മൂന്നാമത്തെ ക്ലിയർ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ റിലേഷൻഷിപ്പിലാണോ അല്ലയോ എന്നൊക്കെയാണ് ആൾക്കാർ ചോദിക്കുന്നത്. അതുപോലെ തന്നെ കുറേ സംഭവങ്ങൾ ഇപ്പോൾ ഇവൻ എൻ്റെ ഫ്രണ്ടിന്റെ കൂട്ടത്തിലാണെങ്കിൽ അവരുടെ പോസ്റ്റിന്റെ താഴ്ത്തി നിന്നിട്ടാണെങ്കിൽ പുതിയ ഗേൾഫ്രണ്ട് പുതിയ ബോയ് ഫ്രണ്ട് ആണല്ലേ, അല്ലെങ്കിൽ അങ്ങനെയാണ്, അതിനായിട്ട് എന്താ ബന്ധം നിനക്ക്, നീ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് അതിൻ്റെ അടുത്ത്, അങ്ങനെ ഇങ്ങനെ ഓരോ ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും. ഗൈസ്, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം എൻ്റെ റിലേഷൻഷിപ്പിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഒരു റിലേഷൻഷിപ്പിലും അല്ല. ഇപ്പോൾ അവളുടെ കാര്യം ഇപ്പം ഞാനൊരു റിലേഷൻഷിപ്പ് ആണെന്ന് ചോദിച്ചാൽ റിലേഷൻഷിപ്പ് അല്ല, ഞാൻ എൻ്റെ ഫ്രണ്ടാണത്. ഓക്കെ, അപ്പോൾ എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു ഭയങ്കര ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടാണ് അവൾ. ഓക്കെ, അപ്പോൾ അവളുടെ എന്നെ പറഞ്ഞാൽ പോട്ടെ, അവളുടെ വീഡിയോയുടെ അല്ലെങ്കിൽ പോസ്റ്റിന്റെ താഴത്ത് നിന്നും അനാവശ്യമായിട്ടുള്ള കമന്റ്സും അല്ലെങ്കിൽ എന്നെ കുറിച്ച് ഇങ്ങനെ പറയുക, അതൊക്കെ ചെയ്യണം ഭയങ്കര ചീപ്പ് പരിപാടിയാണ്. സത്യമായിട്ട് പറഞ്ഞാൽ ഭയങ്കര ക്യാരക്ടർലെസ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. എന്തെങ്കിലും നിങ്ങൾ എന്നെ പറഞ്ഞു വേറൊരു പേഴ്സണിന് ഇങ്ങനെ ഒരു സൈബർ അറ്റാക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഇവൻ തെറിയൊക്കെ വിളിച്ചെന്നൊക്കെ കഴിഞ്ഞ് പറയാം, എന്താ ചീത്ത വിളിച്ചത് എന്തൊക്കെ പറയാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. പിന്നെ എൻ്റെ റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഞാൻ തുറന്നു പറയത്തില്ല. കറക്ഷൻ ഇനി ഞാൻ തുറന്നു പറയത്തില്ല. അത് ഞാൻ അന്ന് തീരുമാനമെടുത്താണ്. ഞാൻ ഈ റിലേഷൻഷിപ്പ് ആയാലും അല്ലല്ലോ എന്താണെങ്കിലും എൻ്റെ സോഷ്യൽ മീഡിയയിൽ ഞാൻ ഉടനെ ഒന്നും റിവീൽ ചെയ്യത്തില്ല. അതിപ്പോൾ ഒരു മാരേജിൽ എത്തുവാണെങ്കിൽ അതിപ്പോൾ എനിക്ക് പറയുമ്പോൾ റിലേഷൻഷിപ്പ് താല്പര്യമില്ല. അങ്ങനെ എനിക്ക് ഫ്രീ മൈൻഡായിട്ട് നടന്നത് അതാണ് നല്ലത് കേസ്, എപ്പോഴും അടിപൊളി. അപ്പോൾ ഇതിൽ ആ പെൺകുട്ടിക്ക് സൈബർ അറ്റാക്ക് നേരിടുന്നു എന്ന് സഞ്ജു പറഞ്ഞു. ഓഫ് കോഴ്സ് അത് നീതു വന്ന് ആ ഫ്രണ്ട് വിത്ത് ബെനിഫിറ്റ് പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞത് മോശമാണ്, അങ്ങനെ പറയരുതെന്ന്. അപ്പോൾ നീതുവിന് ആ വീഡിയോ പിടിച്ചിട്ടില്ല, എൻ്റെ വീഡിയോ. ഓക്കെ, എന്തോ ആയിക്കോട്ടെ, പോട്ടെ, വിൻഡ് വാട്ട് എവർ ഇറ്റ് ഈസ്. പക്ഷേ ഞാനൊരു കാര്യം പറയാം, ഒരു ആണും ഒരു പെണ്ണും ഒരുമിച്ച് നടന്നു പോയാൽ അവിടെ അത് റിലേഷൻഷിപ്പാണ് എന്ന് പറയുന്ന ഒരു മെൻറ്റാലിറ്റി മാറ്റണം. ചിലപ്പോൾ ഭയങ്കര ഫ്രണ്ട്സ് ആയിരിക്കും, ചിലപ്പോൾ അവർ കാണുന്ന ബ്രദറും സിസ്റ്ററും പോലെ ആയിരിക്കും, ചിലപ്പോൾ നല്ലൊരു ഫ്രണ്ടായിട്ടായിരിക്കും. ഫ്യൂച്ചറിൽ അവർ ഫ്രണ്ട്സ് ആണെങ്കിലും ഫ്യൂച്ചറിൽ അവർ പാർട്ട്നേഴ്സ് ആയിക്കൂടാ എന്നില്ല. മനസ്സിലായോ? നമ്മൾ ചുമ്മാ ഇല്ലാത്ത കഥ, പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിയൊക്കെ എന്തിനു പറയണേ? പയ്യന്മാരായാലും അതുപോലെ തന്നെ എന്തിനാ പറയുന്നത്? ആവശ്യമില്ലാത്ത ഗോസിപ്പുകൾ അടിച്ചിറക്കാതിരിക്കുക, ഊഹാഭോഗങ്ങളും അടിച്ചിറക്കാതിരിക്കുക. ഭാവിയിൽ അവർ പാർട്ട്നേഴ്സ് ആവുകയാണെങ്കിൽ ആകട്ടെ, അല്ലാണ്ട് ചുമ്മാ ഇപ്പോഴേ വന്നിരുന്നിട്ട് മറ്റേതാണ് മനോജയാണെന്നൊക്കെ പറഞ്ഞ് നീ കാരണമാണ് അവൾ മറ്റവൾ പോയതെന്നൊക്കെ പറയുമ്പോൾ അത് പേഴ്സണലി ഹർട്ട് ചെയ്യണ ഒരു ഫീലിങ്സ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇതൊക്കെയാണ് അവസ്ഥ. മനസ്സിലായി? അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കരിവാരി തേക്കുന്ന വീഡിയോസ് നിർത്തിയിട്ട് മര്യാദയ്ക്ക് പോകും. രണ്ടുപേരുടെ ലൈഫ് നോക്കിപ്പോ. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പ്ലനേഷൻ ഇടാതിരിക്കുക. പിന്നെ സഞ്ജുവിൻ്റെ ഒരു ഇതിൽ ഞാൻ അന്ന് ഇന്ന് ശ്രദ്ധിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സഞ്ജു ഒരിടത്തും നീതുവിനെ കുറ്റം പറയുന്നില്ല. അപ്പം നീതു ഒരുപാട് കുറ്റമായിട്ട് പറഞ്ഞാൽ അത് നീതുവിൻ്റെ കുട്ടിത്തമായിരിക്കാം, എന്തോ ആയിരിക്കും, എനിക്കറിയില്ല. വാട്ട് എവർ ഇറ്റ് ഈസ്. എന്തായാലും എനിക്കത് ഞാനന്ന് പറഞ്ഞത് എനിക്ക് പേഴ്സണലി യോജിപ്പില്ല. കാരണം എന്തിനാ സോഷ്യൽ മീഡിയയിൽ വന്ന് അതിങ്ങനെ ചുമ്മാ ഒരാളെ വലിച്ച് കീറുന്നതെന്ന് എനിക്ക് പേഴ്സണലി തോന്നി. നിങ്ങളിപ്പോൾ ബ്രേക്കപ്പായി, പിന്നെ സഞ്ജു പറയുന്നതെല്ലാം കളാം. നീതുവിന് ആ ഒരു ദേഷ്യമായിരിക്കും, നീതുവിനെയും കുറ്റം പറയാൻ പറ്റത്തില്ല. മനസ്സിലായ? ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനായിട്ട് പറഞ്ഞു, വേണ്ടായിരുന്നു, ഇത്രയേ ഉള്ളൂ. അത് നീതുവിന് പിടിച്ചില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാതിരിക്കുക എന്നതാണ് പറയാനുള്ളത്. ഇപ്പം നിങ്ങൾ രണ്ടുപേരുടെ ലൈഫിൽ ഫോക്കസ് ചെയ്ത് പോവുക മുന്നോട്ട്. അത്രയേ ഉള്ളൂ ഇതിൽ മാക്സിമം. അല്ലാതെ ഇനിയിപ്പോൾ വന്നിട്ട് നാട്ടുകാരത് പറഞ്ഞ് ഇത് പറഞ്ഞ് ചുമ്മാ കുത്തിത്തിരിപ്പോൾ ഉണ്ടാക്കിയായിരിക്കും. ഇനി ഇതിന് എക്സ്പ്ലനേഷൻ ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കാതിരിക്കും. അതാണ് മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമൻറ്റിനും പുതിയ വീഡിയോ ആയിട്ടാണ്.